ഇനി നോക്കാം ഇന്നത്തെ അറിയിപ്പുകൾ. വോട്ടർ പട്ടികയിൽ നിന്നും പുറത്തായവരെ സഹായിക്കാൻ വില്ലേജ് ഓഫീസുകളിൽ ഹെൽപ്പ് ഡെസ്ക് തുറക്കും. ഹൈറേഞ്ച് തീരദേശ മേഖല, മറ്റു പിന്നോക്ക പ്രദേശങ്ങൾ എന്നിവിടങ്ങളിൽ നേരിട്ടെത്തി അർഹരായവരെ കണ്ടെത്തി ആവശ്യമായ സഹായങ്ങൾ നൽകും. അർഹരായ വോട്ടർമാർ ഒഴിവാക്കപ്പെടുന്നെന്ന ആശങ്ക ഉയരുന്ന സാഹചര്യത്തിൽ ശക്തമായ ഇടപെടലുമായി സംസ്ഥാന സർക്കാരും രംഗത്തെത്തി. വോട്ടർ പട്ടികയിൽ നിന്ന് പുറത്തായവരെ സഹായിക്കാൻ വില്ലേജ് ഓഫീസുകൾ കേന്ദ്രീകരിച്ച് ഹെൽപ്പ് ഡെസ്കുകൾ ആരംഭിക്കാൻ മന്ത്രിസഭാ യോഗം അംഗീകാരം നൽകി. വില്ലേജ് ഓഫീസിൽ സൗകര്യമില്ലെങ്കിൽ തൊട്ടടുത്ത സർക്കാർ ഓഫീസുകളിൽ ഇതിന് സൗകര്യമൊരുക്കും. വില്ലേജ് ഓഫീസർമാരുടെ ആവശ്യപ്രകാരം അംഗൻവാടി വർക്കർമാർ, ആശാ വർക്കർമാർ, കുടുംബശ്രീ പ്രവർത്തകർ എന്നിവരുടെ സേവനം ഉപയോഗപ്പെടുത്തും. വിവിധ സ്ഥാപനങ്ങളിൽ പഠിക്കുന്ന 18 വയസ്സ് പൂർത്തിയായവർ വോട്ടർ പട്ടികയിൽ ഉൾപ്പെടുന്നുവെന്ന് ഉറപ്പുവരുത്തുന്നതിനായി അതത് സ്ഥാപനങ്ങളിൽ ക്യാമ്പയിൻ പരിപാടികൾ സംഘടിപ്പിച്ച് ആവശ്യമായ ബോധവൽക്കരണവും നടത്തുമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. സംസ്ഥാനത്ത് ഇലക്ട്രിക് വാഹനങ്ങളുടെ ഉപയോഗം വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ പബ്ലിക് ചാർജിംഗ് സ്റ്റേഷനുകളുടെ എണ്ണം കൂട്ടുന്നതിനായി കേരള സംസ്ഥാന വൈദ്യുതി ബോർഡ് സ്വകാര്യ സംരംഭകരിൽ നിന്നും താൽപ്പര്യപത്രം ക്ഷണിച്ചു. കേന്ദ്ര സർക്കാരിൻ്റെ PME ഡ്രൈവ് പദ്ധതിയുടെ ഭാഗമായി ചാർജിംഗ് സ്റ്റേഷനുകൾ സ്ഥാപിക്കാനായി അനുയോജ്യമായ ലൊക്കേഷനുകൾ സമർപ്പിക്കുന്നതിനായാണ് ഇപ്പോൾ അപേക്ഷ ക്ഷണിച്ചിരിക്കുന്നത്. ചാർജ് പോയിന്റ് ഓപ്പറേറ്റർമാർക്ക് ആകെ ചെലവിന്റെ 80% വരെ സബ്സിഡി ലഭിക്കുന്നതാണ് പദ്ധതി. ട്രാൻസ്ഫോർമർ, കേബിളുകൾ, സ്വിച്ച് ഗിയർ ഉൾപ്പെടെയുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുന്നതിനുള്ള ചെലവിനാണ് സബ്സിഡി അനുവദിക്കുന്നത്. ചാർജിംഗ് സ്റ്റേഷൻ സ്ഥാപിക്കുന്നതിൽ ഏറ്റവും കൂടുതൽ ചെലവ് വരുന്ന ഘട്ടം അടിസ്ഥാന സൗകര്യ വികസനമാണെന്നതിനാൽ സംരംഭകർക്ക് പദ്ധതി വലിയ ആശ്വാസമാകും. രാജ്യത്തുടനീളം ചാർജിംഗ് സ്റ്റേഷനുകളുടെ ശൃംഖല വിപുലീകരിക്കുക എന്ന ലക്ഷ്യത്തോടെ കേന്ദ്ര സർക്കാർ നടപ്പാക്കുന്ന പദ്ധതിയുടെ സംസ്ഥാനതല നോഡൽ ഏജൻസിയായി KSEB ആണ് പ്രവർത്തിക്കുന്നത്. അപേക്ഷകൾ സമർപ്പിക്കുന്നതിനായി PME ഡ്രൈവ് kerala.kseb.in എന്ന പ്രത്യേക പോർട്ടലും സജ്ജമാക്കിയിട്ടുണ്ട്. അപേക്ഷിക്കുന്ന ഏജൻസികൾക്ക് കുറഞ്ഞത് 10 പബ്ലിക് ചാർജിംഗ് സ്റ്റേഷനുകൾ സജ്ജീകരിച്ച മുൻപരിചയവും 1 വർഷത്തെ പ്രവർത്തന പരിചയവും നിർബന്ധമാണ്. ഒരു ഏജൻസിക്ക് പരമാവധി 50 ലൊക്കേഷനുകൾ വരെ സമർപ്പിക്കാം. ഓരോ ലൊക്കേഷനിലും കുറഞ്ഞത് 2 സെന്റ് ഭൂമിയെങ്കിലും ഉണ്ടായിരിക്കണം. ഹൈവേകൾ, വ്യവസായ മേഖലകൾ, മാർക്കറ്റ് കോംപ്ലക്സുകൾ, റെസിഡൻഷ്യൽ ഏരിയകൾ എന്നിവ ഉൾപ്പെടെ യാത്രാമധ്യേ എളുപ്പത്തിൽ ചാർജ് ചെയ്യാൻ കഴിയുന്ന സ്ഥലങ്ങൾക്കാണ് മുൻഗണന നൽകുന്നത്. അപേക്ഷകൾ ജനുവരി 5 വരെ സ്വീകരിക്കും. യോഗ്യരായ ഏജൻസികളെ KSEB തിരഞ്ഞെടുക്കും. സംസ്ഥാനത്ത് 700 പബ്ലിക് ചാർജിംഗ് സ്റ്റേഷനുകൾ സജ്ജീകരിക്കുകയാണ് KSEBയുടെ ലക്ഷ്യം. ഇതിന്റെ ഭാഗമായി കേന്ദ്ര സർക്കാർ 2000 കോടി രൂപ പദ്ധതിക്കായി മാറ്റിവെച്ചിട്ടുണ്ട്. രാജ്യത്തുടനീളം 72,000 ചാർജിംഗ് സ്റ്റേഷനുകൾ സ്ഥാപിക്കുകയാണ് കേന്ദ്ര ഘനവ്യവസായ മന്ത്രാലയം ലക്ഷ്യമിടുന്നത്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ബിരുദധാരികൾക്ക് ഡിഫൻസ് സർവീസിൽ തൊഴിലവസരം. UPSC ദേശീയതലത്തിൽ 2026 ഏപ്രിൽ 12 നടത്തുന്ന കമ്പൈൻഡ് ഡിഫൻസീവ് സർവീസ് പരീക്ഷ വഴി വിവിധ കോഴ്സുകളിൽ പരിശീലനത്തിന് യോഗ്യത നേടാം. കോഴ്സ് പൂർത്തിയാക്കിയ ശേഷം പ്രതിരോധ സേനാ വിഭാഗങ്ങളിൽ ലഫ്റ്റനന്റ് പദവിയിൽ ഓഫീസറാകാം. പരിശീലനകാലം പ്രതിമാസം 56,100 രൂപ സ്റ്റൈഫൻഡ് ലഭിക്കും. പുരുഷന്മാർക്കും വനിതകൾക്കുമായി 451 ഒഴിവുകളാണ് ഉള്ളത്. വിശദവിവരങ്ങളടങ്ങിയ വിജ്ഞാപനം upsc.gov.in നിന്നും ഡൗൺലോഡ് ചെയ്യാം. ഓൺലൈനിൽ ഡിസംബർ 30 വരെ അപേക്ഷ സ്വീകരിക്കും.